മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒമാൻ. 26 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ നാടകമാണെന്ന് ആരോപിച്ച് UDF അനുകൂല പ്രവാസി സംഘടനകൾ ഈ സന്ദർശനം ബഹിഷ്കരിക്കും. മസ്കറ്റിലും 25-ന് സലാലയിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികൾ. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ രണ്ടിടത്തും പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിലെ കേരള വിഭാഗം മസ്കറ്റിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പരിപാടി. അല്ലമറാത്ത് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിവൽ 24-ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ സ്ഥാനപതി, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, വിവിധ മേഖലകളിലെ പ്രമുഖർ എന്നിവർ മന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ്, അജയൻ പൊയ്യാറ, സുനിൽകുമാർ, ഡോക്ടർ J രത്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത ആലോചനാ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. 25-ന് സലാലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രവാസോത്സവം 2025 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ സോഷ്യൽ ക്ലബിലെ കേരള വിഭാഗം, മലയാളം മിഷൻ, ലോക കേരള സഭ എന്നിവയാണ് സലാലയിലെ പരിപാടിയുടെ മുഖ്യ സംഘാടകർ. സലാല മലയാളം മിഷന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. AK പവിത്രൻ, അംബുജാക്ഷൻ മയിൽ, ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ K സനാതനൻ, പ്രവീൺ, ലോക കേരള സഭാംഗമായ പവിത്രൻകാരായി ഹേമ ഗംഗാധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. നിരന്തരമായി പ്രവാസികൾക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി അവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ലാഭം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഗൾഫ് ഭരണമെന്ന് KMCC മനസ്സിലാക്കുക. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് മസ്കറ്റിൽ കേരള മുഖ്യമന്ത്രി എത്തുന്നത്. 1999-ൽ EK നായനാരാണ് അവസാനമായി ഒമാൻ സന്ദർശിച്ച മുഖ്യമന്ത്രി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.